ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാർക്കുള്ള ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. പീരുമേട് റെയിൻവാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചലന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. 250ഓളം പേർക്ക് ശ്രവണ ചലന സഹായ യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അപകടങ്ങൾ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും കേൾവിക്കുറവുള്ളവർക്കുമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കൈത്താങ്ങായത്. പീരുമേട് റെയിൻവാലി റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ VA ഷംനാഥ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വിഭിന്നമാണ്. ഒരാൾക്കൊരു പ്രശ്നമാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ തരത്തിലുള്ള വിഷയങ്ങളാണ്. പക്ഷെ അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ എങ്ങനെയും ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ സഹായ ഉപകരണങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് പല പല പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം പൂർണ്ണതോതിൽ പരിഹരിക്കാൻ നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഈ ഹാളിൽ നിന്നിപ്പോൾ നമുക്ക് വിതരണം ചെയ്യുന്നത് അലിംഗോ എന്നുള്ള ഒരു കമ്പനി നിർമ്മിച്ച് അവർ കൊടുക്കുന്ന വീൽ ചെയറുകൾ പോലെ അവർ കൊടുക്കുന്ന മറ്റ് വെപ്പുകാല്, അതുപോലെ തന്നെ കയ്യ്, അതോടൊപ്പം തന്നെ ഹിയറിംഗ് എയ്ഡ്, അങ്ങനെ മുഴുവടി, അങ്ങനെ പല പല സാധന സാമഗ്രികൾ അവർ നിർമ്മിക്കുന്നത് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുപാടും ആവശ്യങ്ങൾ പലതാണ്. പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഓരോ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ തോതിലെങ്കിലും ആശ്വാസമാകുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രോഗ്രാം കോർഡിനേറ്ററും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജി പൈനടത്ത, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ PM നൌഷാദ്, P മാലതി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി R വെള്ളയ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴുത ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി 250ഓളം പേർക്ക് ചലന ശ്രവണ സഹായികൾ വിതരണം ചെയ്തു.